ഗൈസ്, നമസ്കാരം. രാവിലെ ഒരു സുപ്രഭാതം എല്ലാവർക്കും. സുപ്രഭാതം പൊട്ടി വിടുകയാണ് കേട്ടോ. സമയം ഏകദേശം 5:30 എടുക്കുന്നു. 5:45 അടുക്കുന്നത്. 5:45 സമയം കേട്ടോ. സ്ഥലം വന്നിട്ട് കൊല്ലം അയത്തിലാണ് കേട്ടോ. അതായത് NS ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസാണല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഹോസ്പിറ്റൽ കേസാണ്. പക്ഷേ അത് എങ്ങനെ പറയാന്ന് വെച്ചാൽ, രാവിലെ ഏകദേശം 4:30 എടുക്കുമ്പോൾ 4:15 ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു ആക്സിഡൻറ്റ് നടന്നു കേട്ടോ. രാത്രിയിൽ ഒരു പട്ടി റോഡിൽ കിടന്നിട്ട് നമ്മുടെ വീടിനടുത്തുള്ളൊരു മാവൻ വൈഫിനെ ട്രെയിനിൽ കയറ്റി വിടാൻ വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു കേട്ടോ, അവൻ്റെ വൈഫ്. അപ്പോൾ അവിടെ കൊണ്ടുവിടാനായിട്ട് രാവിലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു പട്ടി കിടന്നിട്ട് വണ്ടി കൺട്രോൾ പോയി മറിഞ്ഞ് വീണ് ശരിക്കും നല്ലൊരു എനിക്ക് നല്ലൊരു മുറിവ് കിട്ടി. അങ്ങനെ പറയാന്ന് വെച്ചാൽ ചുണ്ടൊക്കെ നല്ലോണം മുറിഞ്ഞ് നല്ലോണം മുഖം കുത്തിയ വീണ കേട്ടോ. ഭയങ്കരമായ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം അമ്മയച്ഛനും ഞാൻ ഉണർന്നിരുന്നത്, കാരണം ഞങ്ങൾ രാവിലെ കൊല്ലത്ത് മീൻ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട്, അച്ചാറിനുള്ള മീൻ മേടിക്കാൻ പോകാനായിട്ട് റെഡിയായതാണ്. പിന്നെ 3 മണിക്ക് എണീറ്റാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളത് സ്കിപ്പ് ചെയ്തു. ഈ ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നത് കേട്ടോ മീൻ മേടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന കരുതി രാവിലെ. അങ്ങനെ ടോർച്ചൊക്കെ കുത്തിയിട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും പോയി കിടക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് എന്താ പറയുക, ഈ സൗണ്ട് കേട്ട് അമ്മയച്ഛനെ ഓടിച്ചെന്നതിന് ശേഷം കാണുന്ന ഇതാണ് കേട്ടോ, ചേച്ചി മറിഞ്ഞ് വീണ് കിടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ മുറ്റത്ത് കൊണ്ടുവന്ന് എത്തി മുഖമൊക്കെ കഴുകി നോക്കുമ്പോൾ നല്ല രീതിയിൽ മുറിവുണ്ട്, ബ്ലഡൊക്കെ വരുന്നുണ്ട്. പിന്നെ അമ്മ വെള്ളമൊക്കെ കൊടുത്ത് ക്ഷീണമൊക്കെ മാറ്റി തുണി വെച്ച് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പം മുറിവ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ പോകണം, സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചപ്പുറത്തോട്ട് മാറി ക്ലിനിക്കിലൊക്കെ പോയാൽ ചിലപ്പോൾ ശരിയാവും. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിരുന്നു കേട്ടോ, കാഞ്ഞിരോട്ട്. അവിടെ വന്നപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല. അവർ നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു, ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയാൽ സംഭവിക്കാൻ പോകുന്നത്, അവരവിടുന്ന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന് പറഞ്ഞിടും. അങ്ങനെ ആ മാവൻ തീരുമാനത്തിൽ മാറ്റം വരുത്തി ഇവിടെ NS ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അവരിലെ വെപ്രാളത്തിൽ ക്യാഷൊക്കെ അവരെ പേഴ്സിനകത്ത് പൈസയൊക്കെ ഇരിക്കാൻ കേട്ടോ. അതൊക്കെ അവിടെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോരുന്നത്. ഫോണും എല്ലാം അവിടെ ഇപ്പോൾ കേട്ടോ. അല്ല, ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കി എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്ത് പോരുന്നത് കേട്ടോ. അതാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യം. നമുക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോയല്ല. അങ്ങനെ അവർക്കൊരു അപകടം പറ്റി. അപ്പം നമ്മൾ ഏറ്റവും അടുത്തറിയുന്നവരാണ് കേട്ടോ. എങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ലിജി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നമ്മളെ ഒരുപാട് സഹായിച്ചു കേട്ടോ. നമുക്ക് മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്ത് തന്നെ ഫുൾ സപ്പോർട്ട് തന്നെ കുറച്ച് ആൾക്കാരാട്ടോ അവർ. അപ്പം അങ്ങനെയാണ് അവരെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവരൊപ്പം നിൽക്കേണ്ടവരാട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ആക്കി. ഇപ്പോൾ ഒക്കെയാണ് സേഫാണ് കേട്ടോ. ഇനി ബന്ധുക്കാരെയൊക്കെ പയ്യെ വിളിച്ച് റെഡിയായിട്ട് അവർ പിന്നെ എല്ലാം റെഡി ആയിക്കൊണ്ട് വരും കേട്ടോ. ചേച്ചിക്ക് മുഖത്ത് നല്ലൊരു മുറിവുണ്ട് കേട്ടോ. വേദന മുഖമിടിച്ച് വീടുണ്ട്, നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് എന്തായാലും 2 ദിവസം കിടക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ആ മാമനോട് പറഞ്ഞ് പൊക്കോ, ഞങ്ങളൊക്കെ വന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പോരുന്നതാണ്. അപ്പോൾ രാവിലെ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ മീൻ മേടിക്കാൻ പോകുന്ന പരിപാടി ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് എന്തെങ്കിലും പരിപാടി ചെയ്യട്ടോ. രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് അങ്ങ് പല്ല് തേച്ചു കേട്ടോ. കാരണം എനിക്ക് കൊല്ലത്ത് പോകുന്ന കാരണം ഞാൻ അവിടെ ചെല്ലുമ്പം കൊല്ലത്ത് നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ രാവിലെ. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് പോയാൽ നല്ല അതിരാവിലെ ഫുഡ് കഴിക്കുക കേട്ടോ. അതെനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ളൊരു കാര്യം, രാവിലെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് വെളുപ്പിനെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഫുഡ് കഴിക്കുന്നത് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല അപ്പം മുട്ടക്കറി അല്ലെങ്കിൽ പൊറോട്ട, ബീഫ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിരാവിലെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 3 മണിക്ക് പല്ല് തേച്ചിട്ട് അന്നേരമാണ് പിന്നെ ക്യാൻസലാക്കിയത്. പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ എണീക്കാൻ നിർത്തിയിട്ട് കിടന്നപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഇങ്ങനെ സംഭവിച്ചേട്ടോ. എന്തായാലും ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു വലിയ പ്രശ്നമല്ലെങ്കിൽ പോലും മുഖം ഇടിച്ച് വീണ് ചുണ്ട് മുറിഞ്ഞ് അങ്ങനെ വന്നപ്പം ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക്
നമുക്കിനി വീട്ടിലേക്ക് പോകാം. അവരെന്തായാലും സേഫായി ഹോസ്പിറ്റലിൽ എത്തിയേട്ടാ. ഇനി പേടിക്കാനൊന്നുമില്ല. തലവേദനയൊക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും അവരെ പല്ലിൻ്റെയൊക്കെ എക്സ്ട്രാ ഒക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ ഇനി ഇതിനൊക്കെ ചെയ്യത്തോളായിരിക്കും. അമ്മയും രതിയൊക്കെയും രാശിക്കുഞ്ഞമ്മയും കൂടെ നമ്മുടെ വില്ലേജിൽ വിത്ത് മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. കൃഷിഭവനിൽ. അപ്പോൾ ഞങ്ങളവിടെ പോകുന്നത് വെച്ചാൽ നമ്മുടെ അച്ചാർ ബോട്ടിലൊക്കെ കഴിഞ്ഞേട്ടോ. പുതിയ അച്ചാർ ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് പോവാം. അച്ചാർ ബോട്ടിൽ ഇല്ലാത്തത് കാരണം കുറേ അച്ചാറിൻ്റെ ഓർഡർ ഡിലേയിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നടന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ലിജിതേ കിട്ടുന്ന ഡ്രസ്സിലൂടെ അതേ കണക്ക് കയറി വണ്ടിയിലിരുന്ന കേട്ടോ. എന്തോ എന്നൊക്കെ വാണിങ്ങൊക്കെ കാണിക്കും. ആ എന്തോടി സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. എന്തോ കാര്യത്തില്ല. ഞങ്ങൾ എന്താ പരിപാടി വെച്ചാൽ അച്ചാർ ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി കുണ്ട്ര പോകണം കേട്ടോ. കുണ്ട്ര അല്ല, തഴുത്തല. അവിടെ ക്ലാരിറ്റി പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് പോണേ. അപ്പോൾ ഞങ്ങൾ രാവിലെ എന്തായിരുന്നു വെച്ചാൽ രാവിലെ 4 മണി തൊട്ട് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിലായിട്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് രാവിലെ ആക്സിഡൻ്റ് നടന്ന കാര്യമൊക്കെ. കുടുംബ അത് തന്നെ. വളരെ വളരെ ഒരു കാര്യം പറയാനുള്ളത്, ലിജിയുടെ വോയിസ് കാര്യങ്ങളൊക്കെ സ്പീച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ പുതിയൊരു സംവിധാനത്തിൽ ലിജിയെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ലിജി ഇന്ന് കുടുംബശ്രീയിൽ ചേർന്ന് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് രാജശ്രീ കുഞ്ഞമ്മയുടെ കൂടെ. അമ്മയുടെ കുടുംബശ്രീയില്ല, അമ്മ വേറെ കുടുംബശ്രീയില്ല. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ കുടുംബശ്രീയിൽ ആള് ഇല്ല, ഒരാൾക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞമ്മ പറഞ്ഞിട്ട് ലിജി കയറി കേട്ടോ. ഇല്ല ലിജി, അങ്ങനെ ആദ്യം ലിജി ഫസ്റ്റ് ടൈം കുടുംബശ്രീയിൽ കയറി കേട്ടോ. ഇനി തീപ്പൊരി പ്രസംഗങ്ങളും അടി വഴക്ക് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലിജിയുടെ വോയിസും കാര്യങ്ങളും കൈയുടെ ആംഗ്യങ്ങൾ അങ്ങനെ കാര്യങ്ങൾ ചുമ്മാ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു പാവം കുടുംബശ്രീക്കാരാ അവര്. ആ മുന്നേ അടി വഴക്കുണ്ട ലിജി മാറും കേട്ടോ. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. ഇപ്പൊ നിയമസഭ വരെ അടി വഴക്കുണ്ടാകുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല, മാറരുത്. നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മള് അവിടെ നിക്കണം. പൈസ തട്ടിപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നടത്തിയാൽ അതിന് വേണ്ടി എന്താ പൈസ തട്ടിപ്പ് ഉണ്ടാക്കാൻ? ആകെ 50 രൂപ ചായച്ച അടയ്ക്കുന്നതിന് എന്താ തട്ടിപ്പുണ്ടാകാൻ? അങ്ങനെ ലിജി ഇന്ന് കുടുംബശ്രീയിൽ കയറി. പിന്നെ ലിജിയുടെ ചിട്ടി ഈ മാസം 1-ാം തീയതി ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട് അല്ലേ? 2 ചിട്ടിയല്ലേ മൊത്തം? 15-ാം തീയതി. 15-ാം തീയതി ശേഷം ഒരു ചിട്ടി. അടുത്ത മാസം വേറെ ചിട്ടി. ഓക്കെ, അങ്ങനെ 2 ചിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അന്നത്തെ വീട്ടിൽ തമാശയ്ക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിട്ടിയിൽ ആരും ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രതീക്ഷയില്ല ആ ചിട്ടിക്ക് ആൾക്കാർ ചേരുമെന്നുള്ള കേട്ടോ. അപ്പോൾ കുറച്ച് പേരെന്തായാലും ചിട്ടിക്ക് ചേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. ലിജിക്ക് ഒരു എന്റർപ്രണർ ആവുക എന്നുള്ള ഒരാഗ്രഹം. പിന്നെ നമ്മുടെ ഇന്ന് വേറൊരു കാര്യം ഞങ്ങൾ പറയാൻ വിട്ടു കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പറയാൻ വിട്ടു. സോറി പറയാം. ഇരിക്കുന്നുണ്ട്. ബോറടിക്കും. അത് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ല പോകുന്നു. അമ്മയും കുഴപ്പമില്ല. അല്ലെ കൂട്ടിന് എവിടെയും പോവും. എവിടെയാ എപ്പോ വരും ചോദിച്ച 100 രൂപ വിളിക്കുവേ. ശരിയാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ 2-10 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ ലിജി എപ്പോ വരുമെന്ന് ചോദിച്ചു തിരിച്ചു വിളിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ ലിജി എവിടെ എത്തി ചോദിക്കും, എന്നിട്ട് എപ്പോ വരുമെന്ന് ചോദിക്കും. അങ്ങനത്തെ ഉള്ളതാണ് ഇവിടെ. ഇപ്പൊ അതൊക്കെ ഒന്നും ഇല്ലാട്ടോ. ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ. പിന്നെ അല്ല അതെന്താന്നോ വാവയമ്മയുള്ളോണ്ട് അത് മാറ്റിയെടുത്ത് പിന്നെ ചിട്ടിക്കാകുമ്പം എഴുതുമ്പോ ഹാൻഡ് റൈറ്റിങ് ഓക്കെ ആയി വരൂല്ലേ? ഇപ്പോഴും എനിക്ക് എന്റെ ഒപ്പിടാൻ പറ്റത്തില്ല.
കൊടുക്കുന്നേ. അത് കുഴപ്പമില്ല, പയ്യെ പയ്യെ അതും റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയുള്ള പ്രയത്നത്തില്ല ഞാൻ. അതുകൊണ്ട് ആ ചിട്ടിയൊക്കെ തുടങ്ങി എന്നോട് ചോദിച്ചേ ഞാൻ എഴുതി തന്നോ. അവനോട് ചിട്ടി കൊടുത്തുണ്ടോ? ചിട്ടി കൂടിയ മീനൊക്കെ പിടിച്ച് വിറ്റ് ചിട്ടി ഇവിടെ ഞാൻ കാച്ചു കൊടുക്കേണ്ടി വരും. അത് കൊടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഞാൻ മീൻ പിടിച്ച് കരിയും പിടിച്ച് വിൽക്കുന്നുണ്ടല്ലോ, അതിനകത്തോട്ടൊക്കെ എടുത്താൽ മതി. സ്കൂളിൽ പോവല്ലേ പറ്റില്ല. ഇപ്പൊ പറഞ്ഞാലേ പഴയ കണക്ക് ചൂണ്ടയിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതെ ഞാൻ ചോദിച്ചത്. ഓക്കെ, നമ്മള് ഇവിടെ എന്തൊരു ബ്ലോക്ക് നമ്മുടെ കൊടുകുള പള്ളി കേട്ടോ. കുക്കും വാവയും കൂടിയിട്ടുണ്ട്. കുക്കും വാവയും കൂടിയിട്ടുണ്ട്. വാവ രണ്ട് ചിട്ടിക്കൊണ്ടേ. നമ്മൾ രണ്ട് ഇട്ടിക്കോ? രണ്ട് ഇട്ടിക്ക് തരും. വാവയുടെ കയ്യിൽ ഉണ്ടാവും. അമ്മ എനിക്കൊരു ചിട്ടി നീ ഉണ്ടല്ലോ. ഉണ്ടോ? ഞാന് നീ ഭയങ്കര നീ എന്നെ പിടിച്ചിട്ടാ. നീ ഉണ്ട്. ഞാനിനി ആ പൈസ കൊടുത്ത് ഒപ്പിക്കും. അത് നീ ഒപ്പിക്കണം. നിന്റെ കഴിഞ്ഞ പാചകത്തെ ചിട്ടി പൈസ ഞാൻ എടുത്ത്. എന്റെ കഴിഞ്ഞ ചിട്ടി പൈസ മൊത്തം നീ എടുത്ത്. ആ ചിട്ടി അടിച്ച പൈസ എനിക്കല്ലല്ലോ, നീ എന്നല്ലേ എടുത്തേ? അല്ല, പിന്നെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനടുത്ത്. എനിക്ക് ആ ചിട്ടി ഇനി തീർന്നില്ലേ? ഈ മാസം തീരുവോ? ചിട്ടി ആർക്കാ? എനിക്ക്. അത് നിനക്കല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ചിട്ടി കൂട്ടിട്ട് ലിജി 5 ചിട്ടി ലിജി എടുക്കേണ്ടി വന്നു കേട്ടോ. വേറെ ആരും ഇല്ലായിരുന്നു. ലിജിയെ കുറെ പേരെടുത്ത് ചോദിച്ചോട്ടെ, എല്ലാവരും പറ്റിച്ച് ചിട്ടിക്ക് തരാന്ന് പറഞ്ഞ ലിജി എല്ലാവരെയും പൈസ വെച്ചപ്പോൾ കുറെ പേര് ചിട്ടിക്ക് മുങ്ങിക്കളഞ്ഞു. അങ്ങനെ അവസാനം 5 ചിട്ടി ലിജിയുടെ തലയിലായി. പക്ഷെ അത് വിജയകരമായി ലിജി പൂർത്തീകരിച്ച് അല്ലേ? ഒരിടത്തും എഴുതി വെച്ചില്ല. ഒരിടത്തും എഴുതി വെച്ചില്ല. ആരും തരാതിരുന്നില്ല. ആരും പൈസ തരാതിരുന്നതല്ല. കറക്റ്റായിട്ട് മേടിക്കുകയും ചെയ്തു. അതെ, എല്ലാം ഓക്കെ. പര്യവസാനിച്ചു. എല്ലാം പര്യവസാനിച്ചു കറക്റ്റായിട്ട്. അപ്പം ഓഗസ്റ്റില് പുതിയ ചിട്ടി തുടങ്ങാം കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം. നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിന് ഓണക്കിറ്റ് അങ്ങനൊരു സംഭവം തുടങ്ങാൻ പ്ലാൻ കേട്ടോ. അപ്പോൾ പറയാം എന്തൊക്കെ ഐഡിയാസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി പോകാം ഞങ്ങൾ. അപ്പോൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും നമുക്ക് പണം ഒരു തടസ്സമാണ്. എന്ത് സാധനം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം, ഒരു തടസ്സമാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പ്ലാൻ കേട്ടോ. ഞാനും ഭാവി ലിജിയുടെ ഒരുപാട് പ്ലാനിങ്ങിലായിരുന്നു. ഇന്നത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഡിസൈൻ വരെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിൽ ഒരു ചെറിയ കഫ്റ്റീരിയ പോലെ തുടങ്ങിയിട്ട് അവിടെ നമ്മുടെ കുറച്ച് നാടൻ ഐറ്റംസ് കഴിയാം. തപ്പി പിടിച്ചെടുക്കുന്നതിന് തന്നെ ചുമരുമ്പോ സൗണ്ട് കേൾക്കാതിരിക്കാനാണോ? മെടുക്കി. അപ്പൊ ഞങ്ങള് എന്താ പറയുക നാടൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒരു ഡെമോ ഫോട്ടോ ഞാൻ വെക്കാം കേട്ടോ. ഞാൻ എയിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോ കേട്ടോ. നമ്മുടെ സ്ഥലം വെച്ചിട്ട് ഒരു എങ്ങനെ ഒരു കഫ്റ്റീരിയ ചെറിയൊരു ഹാങ് ഔട്ട് പ്ലേസ് കേട്ടോ. പുറത്തോട്ട് നടന്നു പോകുന്ന ഫോറിനേഴ്സിനൊക്കെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാം. പിന്നെ അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാളെ നമ്മളെന്തായാലും അച്ചാർ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ളൊരു സംഭവം തുടങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ട് ഡിലേ ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പറയണ്ട നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നിട്ടോ. പക്ഷെ നടക്കാത്തതുകൊണ്ട് ചിലർ വിളിച്ച് ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പലരും പറയട്ടോ.
ഇതൊക്കെയാണ് കാരണങ്ങൾ. എന്തെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ എന്ത് അതാ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ എന്തിനും നമുക്ക് പണമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പണമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളിപ്പം. ഇല്ലേ? അതായത് നമ്മുടെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി ചെയ്യാൻ വെച്ചിട്ട് സാധനം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ അതിലും മുതൽ മുടക്കില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്തു തുടങ്ങി അതിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാന്നുള്ളതൊക്കെ ഒരു ഐഡിയയിൽ ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ലിജിയും വരുന്നതെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ നല്ല കാര്യത്തിന് പോകുന്നതല്ലേ, ലിജീനെ കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഞാനങ്ങനെ കാർ എടുത്തിറങ്ങിയത്. ഞാൻ ബൈക്കിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ലിജി വരുന്നതെന്ന് പറഞ്ഞത്. എന്നാലും ലിജിക്ക് പുറത്തൊക്കെ പോകാനുള്ള അവസരം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ കാറിൽ തന്നെ പോകാം. കുറച്ച് എ സിക്കകത്തൊക്കെ ഇരുന്നപ്പോ ഭയങ്കര ചൂടാണേ. നാട്ടിലിപ്പോ നല്ല ചൂട് തുടങ്ങി. പുറത്ത് ഇന്നലെ നമ്മളെ ആശാൻ്റെ ദുബായിൽ നിന്ന് ആശാൻ്റെ വിളിച്ചു. അപ്പോൾ പറഞ്ഞ നമ്മളെ അവിടെ അതിശക്തമായ 58 ഡിഗ്രിയൊക്കെ ചൂടുണ്ടാവും എന്നാ പറഞ്ഞു. ദുബായിലൊക്കെ 58 ഡിഗ്രി നമുക്ക് ഇവിടെ 40 വരെ 41 വരെ ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ചൂടിന്. അത്രയായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുന്നോട്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ എന്താ പറയുക, പുതിയൊരു സംരംഭം തുടങ്ങണം അങ്ങനെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നമ്മുടെ ക്ലയൻസിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പറയല്ലേ, രസമുണ്ട് കേൾക്കാൻ. അവരൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അവിടെ പോയിട്ട് ഞങ്ങളിപ്പോൾ തന്നെ തിരിച്ചു വരും കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിൽ മേടിക്കുന്ന കട കാണിച്ചിട്ടില്ലല്ലോ. കട ആരിട്ട് വീഡിയോ ഇട്ടായിരുന്നോ? വീഡിയോ ഇട്ടോ? ഇട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല വീഡിയോ. ആണോ? ഞാനില്ല, ഹോസ്പിറ്റൽ സമയത്തായപ്പോഴെങ്ങാണായിരിക്കും വീഡിയോ ഇട്ടതല്ലേ. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫോണൊന്നും നോക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ചുറ്റുമെത്തി കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ചീറിപ്പാഞ്ഞ് മുന്നോട്ട് പോട്ടെ. സമയമില്ല, ആവേം വെച്ച് വീട്ടിലിരിക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം അല്ലേ ചേച്ചി? ഓക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ബോട്ടിലൊക്കെ മേടിച്ച്. ഞങ്ങൾ മേടിക്കാൻ പോയ ഉദ്ദേശിച്ച ബോട്ടിൽ കിട്ടിയില്ല, അതിന് ഭയങ്കര വില. പിന്നെ അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇത് അച്ചാർ ബോട്ടിൽ കുറച്ചിരിക്കാം. അപ്പോൾ അതേ സൈസ് തന്നെ മേടിക്കാതിരുന്നില്ലേ. പിന്നെ അത്യാവശ്യം സാധനം എല്ലാം വാങ്ങിച്ച് ഇനി അച്ചാർ കുറച്ച് നിറയ്ക്കാനുണ്ട്. ആ പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാവേ. പുറത്തടി ഗ്യാസ് കയറിയില്ലേ? അപ്പം എന്താ പരിപാടി വെച്ചാല്, ഇന്നലത്തെ വീഡിയോ ഞങ്ങൾ എടുത്ത് പകുതി ആക്കിയിട്ട് പോയാട്ടോ. നിർത്തിയതിനു ശേഷം ഞങ്ങൾ ബോട്ടിൽസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയായിരുന്നല്ലോ ഇന്നലെ. അച്ചാറിന്റെ ബോട്ടിൽ മേടിക്കാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ പോയിട്ടോ. അപ്പൊ വാവ ഇല്ലായിരുന്നു. വാവ എന്തിനാ ഇവിടെ പോയിരുന്നു? വന്നില്ല. ലിജി കൊണ്ടുപോയിരുന്നു. ചുമ്മാ വാവ ഒരുപാട് വിളിച്ചു കേട്ടോ. എന്നെ ഒരുപാട് വിളിച്ച് അമ്മ ഒറ്റയ്ക്ക് ഉണ്ടായിട്ട് വന്നില്ല കേട്ടോ. ഒറ്റയ്ക്ക് ഇവിടെ ആളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നു. അമ്മ കൃഷിവാനി പോയി. ഇവിടുത്തെ അമ്മ കൊല്ലത്തമ്മ കൃഷിവാനി പോയപ്പം എലിക്കുട്ടിയും ഒറ്റയ്ക്കുള്ളത്. അതുകൊണ്ട് പിന്നെ വാവ ലിജിക്ക് കൂട്ടിരുന്നു കേട്ടോ. അങ്ങനെ സംഭവം കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നേ, നമ്മൾ എന്താ പറയുന്നത്, അച്ചാറിടാനായിട്ട് പല പല പരിപാടികൾ, അച്ചാറിൻ്റെ ബിസിനസ് പരിപാടികളൊക്കെ തുടങ്ങണം, വിലയിൽച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു കേട്ടോ. ഒരുപാട് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, എന്താ അത്ഭുതം നടന്ന പോലെ തന്നെ അല്ലേ. എന്നുവെച്ചാൽ നമ്മളെ ഒരു ചേച്ചി സഹായിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി പേരും കാര്യങ്ങളൊന്നും പറയണ്ട എന്നാണ് പറഞ്ഞു കേട്ടോ. എന്നാലും നമ്മൾ പേരും മേരനെന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഏത് ചേച്ചി മേരനാണ് അങ്ങനെയൊന്നും ആരും പേരൊന്നും പറയേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ അതിനില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും അവൾ പറഞ്ഞാണ്. ആ ചേച്ചി എന്താ വെച്ചാൽ ഇന്നലെ രാത്രി എനിക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു കേട്ടോ. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ഇത് കണക്ക് ഞാൻ നിങ്ങളെ കുറച്ച് സഹായിക്കാം, കുറച്ച് പൈസ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങളുടെ അച്ചാർ കമ്പനി അത് ബ്രാൻഡ് ചെയ്ത് നല്ലോണം ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കൊരു വരുമാനം കിട്ടണം എന്നുള്ളതാണ് ചേച്ചി ഉദ്ദേശിച്ചത്. നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ചേച്ചി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ശരിക്കും ചിന്തിക്കുക എന്താ അറിയാം, നമ്മൾ ഇതേ പ്രശ്നത്തിന് ഇന്നലെ ഉച്ചയ്ക്ക്
അല്ലേ? ഇതേ പ്രശ്നത്തിൽ നമ്മളെന്തായാലും ഉച്ചയ്ക്ക് എന്താ പറയാ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞോ ഇല്ലേ? ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വീഡിയോ ഇതിന് തൊട്ട് മുന്നത്തെ ക്ലിപ്പ് അതാണല്ലോ. നിങ്ങൾ ഇന്ന് ഇത് പറയുന്നത് വാവ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കേട്ടോ. വാവ അത് കേട്ടിട്ടില്ല. അപ്പം അതങ്ങനെ പറയുകയും ചെയ്ത് രാത്രിയായപ്പോൾ നമുക്ക് അതേ പേരിൽ തന്നെ ആ ചേച്ചി സഹായിക്കുകയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പൈസ ഒക്കെ അയച്ചു തന്നിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് അതിൻ്റെ കുറേ കാര്യങ്ങളായിട്ട് പുറത്ത് പോയിട്ട് വന്ന് കരുതാം. വരും ദിവസങ്ങളിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ അച്ചാറിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അച്ചാർ പിന്നെ നാട്ടിൽ ഒരു ഹോം മെയ്ഡായിട്ട് ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ, കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാന്നാണ് പ്ലാൻ. എന്തൊക്കെയായിരിക്കും? മുളക് പൊടി, മല്ലിപ്പൊടി, എണ്ണ, പപ്പടം, ചിപ്സ്, അതിന് ചിപ്സ്, ചക്ര വരട്ടി. നമ്മള് ഓണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ? പക്ഷെ ഞാൻ വേറെ കേട്ടോ, ചക്ര വരട്ടി ഉണ്ടോ, നിങ്ങൾ ഒരിക്കൽ ആ ചക്ര വരട്ടി കഴിച്ചാട്ടല്ലോ പിന്നെ ചക്ര വരട്ടി മേടിക്കും. അതേ കണക്കിട്ട് അല്ലേ? നിനക്ക് എന്താ ടേസ്റ്റിനെ കുറിച്ച് പറയാൻ ചെയ്യും? ആവശ്യമില്ല അതല്ലേ? എന്താ ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റ് ചക്ര വരട്ട. അതിനധികം കഴിക്കാൻ വേണ്ടി വിടാതെ കഴിച്ചു. പക്ഷെ ഞാനൊരു കവർ വാങ്ങിച്ച് അമ്മാതിരി ടേസ്റ്റ് കേട്ടോ. അത് കഴിക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന ഫീൽ എന്താ അറിയാം? ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യ കഴിക്കുന്നതിന്റെ ഫീൽ കയറി വരും ഇല്ലേ? എനിക്ക് ചിപ്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സാണ്. പകുതിയൊന്നും ഇല്ലായിരുന്നു അതിന്റെ അകത്ത്, ഓരോന്ന് വെച്ച് കഴിച്ചു. പക്ഷെ നല്ല സൂപ്പർ സാധനമായിരുന്നു. ആ ടേസ്റ്റ് കൊണ്ട് ചേട്ടാ കഴിച്ചു പോയെന്ന് കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചിപ്സ്. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ അവിടെ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത് വലിയ ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ അവരെ കയ്യിൽ നമ്മൾ എടുത്തിട്ട് കാരണം അത്ര ക്വാണ്ടിറ്റി കഴിച്ചു നോക്കാം പറയാം. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇത് പറഞ്ഞ കാര്യം ഈ സാധനങ്ങളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, കൊടുക്കാന്നുള്ള പ്ലാൻ കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്റ്റക്കായി നിൽക്കുമായിരുന്നു ഒരുപാട് ദിവസങ്ങളായിട്ട്. നമ്മൾ എന്ത് ചെയ്താലും അവസാനം നമ്മൾ ചെന്ന് കയറുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്താലും നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ചെല്ലുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം ബോട്ടിൽ മേടിച്ച് നമ്മൾ കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് നമുക്ക് ഈ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഒരാൾ ഇറങ്ങി അടുത്ത ആൾ ആശുപത്രിയിൽ. അപ്പൊ അതുകൊണ്ട് കുറെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എപ്പോഴും ഈ രോഗാവസ്ഥ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് എങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇന്നലെയൊക്കെ. അപ്പൊ എന്തായാലും ആ ചേച്ചി സഹായിച്ചതിൽ ഒരുപാട് നന്ദി. ഭയങ്കര മിറാക്കിൾ എന്ന് പറയാലോ. അങ്ങനെ ഇവരത് മനസ്സിൽ കണ്ടപ്പോ ചേച്ചി അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞില്ലേ, നമ്മളെ അച്ചാറിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോകാൻ, സത്യം പറയാൻ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം ഒരു സാധനം പണയിരുന്ന സാധനം അത് കുറച്ച് പൈസ വെച്ച് തിരിച്ചെടുത്ത് പിന്നെ കയറ്റി വെച്ച് അങ്ങനെ കുറച്ച് പൈസ എടുത്ത് അതെടുത്ത് അവിടെ അടച്ചിട്ട് ബാക്കി പൈസ അങ്ങനെ ഒപ്പിക്ക് 2 ദിവസം ഞങ്ങൾ അവിടെ ഓടി കേട്ടോ, പൈസയ്ക്ക് വേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ലക്കി പോലെ ഷീന പറഞ്ഞ ചേച്ചി വന്നിട്ട് നമ്മുടെ ഇത് കുറച്ച് അച്ചാർ വാങ്ങിക്കൊണ്ട് പോയില്ലേ, ആ അച്ചാർ വെച്ചിരുന്ന ആ അച്ചാർ കിട്ടിയ പൈസ ഇല്ലേ, അത് കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പോസിറ്റീവായി. നമുക്ക് ആ ഒരു പൈസ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്നാണ് ഒരു 1500ഓളം ബാക്കി ഇരിപ്പുണ്ട്. അതാണ് ഞാൻ ഇന്നലെ രാവിലെ ആക്സിഡൻറ്റ് സംഭവിച്ച അവർക്ക് ഒരു സഹായമായിട്ട് കൊടുത്തത്. കാരണം അവർ പൈസ ഉള്ളതാണ്, പക്ഷേ ആ സമയത്ത് അവർക്ക് പൈസ എടുക്കാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനോ ഇല്ല, അവർ പൈസ കൊണ്ടുവന്ന ബാഗ് ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇവിടെ തറയിൽ വീണ് അങ്ങനെ ഇവിടെ ആയിപ്പോയി. അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഞാൻ ചില സമയം ഇങ്ങനെ ആലോചിക്കായിരിക്കും, നമ്മളെ ആരെങ്കിലും സഹായിച്ചാൽ അല്ലേ, ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ചാലെന്നല്ല, നമ്മൾ ആരോടെ മനുഷ്യനല്ല കരുണ കാണിച്ചാൽ അവർക്ക് മറ്റൊരു രീതിയിലൊരു സഹായം അല്ലെങ്കിൽ ഒരു നല്ല ദൈവം തരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി ആ ചേച്ചി വിളിച്ചിട്ട് പൈസയുടെ കാര്യം പറയുമ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇതേട്ടാ, നമ്മൾ ഉച്ചയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കറക്റ്റ് വോയിസ് റെക്കോർഡ് ചെയ്യണ ഇവിടെ വെക്കാം, പിന്നെ ഒരു വോയിസ് റെക്കോർഡ് വെക്കാം. ഇത് തന്നെ ഫസ്റ്റ് പറഞ്ഞതാ, ഈ ഞാനൊരു ചെറിയൊരു എമൗണ്ട് അയക്കുക, ഇത് നിങ്ങൾ അച്ചാറിൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് ഉപയോഗിക്കണം, ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം, അടുത്ത വർഷം ഇതേ സമയമാകുമ്പം ഈ ഒരു മേഖലയിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്ന്. അവിടെ കേട്ടപ്പോൾ തന്നെ അപ്പം തന്നെ ഞാൻ
അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 2 സ്ഥലത്ത് ബോട്ടിലൊക്കെ നോക്കാൻ പോയിട്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ബോട്ടിൽ കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞു, ഇനി അവിടെ തിരക്കണം. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സാധനം തരണ്ടേ. ഇതിപ്പോ ബോട്ടിലിന്റെ കാര്യത്തിലായിക്കോട്ടെ, അച്ചാറിന്റെ കാര്യത്തിലായിക്കോട്ടെ, പാക്കിങ് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് തരണം. അപ്പോഴല്ലേ നമുക്ക് നിങ്ങൾ നല്ലതാണെന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പൊ അത് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാന്നൊക്കെ പ്ലാൻ കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് റിപ്ലൈ ചെയ്യും. ഞാനോട് ചോദിക്കുകയും ചോദിക്കും. അപ്പൊ അവര് കൊള്ളാം എന്ന് പറയാം, സൂപ്പറാന്ന് പറയും. എനിക്ക് അത് അമ്മയോട് ഞാൻ പറയും. അപ്പം അമ്മയ്ക്ക് നല്ല സന്തോഷമായില്ലേ? സന്തോഷം. അങ്ങനെ കസ്റ്റമർ റിവ്യൂ എടുക്കാറുണ്ട് എന്നാണ് മനപ്പുറം ചോദിക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി നല്ലതാന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ചോദിക്കും ചേട്ടാ. അപ്പൊ എന്തായാലും നമ്മള് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ അച്ചാറിന്റെ ബോട്ടിലൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഇതൊന്നും നടക്കാതിരിക്കുക, നമ്മളെ കൊണ്ട് നടക്കൂല ഇതൊന്നും. സത്യം പറഞ്ഞാൽ മടുത്ത് കേട്ടോ. ഇന്നലെ 1 തവണയല്ല 2 തവണയല്ല 3 തവണയല്ല ഞങ്ങൾ കുറെ തവണ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പൈസയൊക്കെ ഒപ്പിച്ച് വരുമ്പോ അതല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അതെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. എന്തായാലും അതൊക്കെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതിന് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്ന നിങ്ങളാണ് കേട്ടോ. അത് എപ്പോഴും മനസ്സിലുണ്ടായിട്ട് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നത് ധൈര്യത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന വെച്ചാൽ നമ്മളെ എന്താ പറയുക ഒരുപാട് പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് നിങ്ങളത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് നന്ദി. തീർത്താലും തീരാത്ത കടപ്പാടുകളാണ് എല്ലാവരോടും ഉള്ളത്. അതൊന്നും ഒരിക്കലും മറക്കില്ല. നമ്മുടെ രക്തത്തിലൊക്കെ ആയിപ്പോയത് തീർത്താൽ തീരാത്ത കടപ്പാടുകൾ. അത് നമുക്ക് തീർക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റില്ല കടപ്പാടുകൾ ഒരിക്കലും. മറ്റൊന്നിനെ കൊണ്ട് വെച്ച് മറച്ചൊന്നും അതിനെ തീർക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് സ്നേഹം എല്ലാവരോടും. നമ്മളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ. ശരിക്കും ഒരു ദൈവദൂതനെ പോലെയാണ് ആ ചേച്ചി വന്നത് അല്ലേ? ഈ അടുത്തായിട്ട് എല്ലാവരും അന്നാ ശീല ചേച്ചി വന്നതായാലും അത് ഭംഗി വാക്കിന് പറയുന്നതല്ല. ശരിക്കും നമ്മള് ഭംഗി വാക്കിന് പറയുന്നതല്ല, സ്റ്റക്കായിപ്പോ ഇന്നലെ പോയിട്ട് വീഡിയോ ഞങ്ങൾ പോയി ബോട്ടിലെടുക്കാൻ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് വില കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ 50 ബോട്ടിലെടുക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പൊ 130 ബോട്ടില് താഴെ തരത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച ബോട്ടിൽ കേട്ടോ, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ബോട്ടിൽ അല്ല, വേറെ ബോട്ടിലുണ്ട്. അപ്പോൾ 130 ബോട്ടിൽ എടുക്കാൻ നമ്മുടെ കയ്യിൽ അത്ര എമൗണ്ട് ഇല്ലായിരുന്നു. അത് മാത്രം പോയാൽ അതിൻ്റെ ഈ അലൂമിനിയം വാഡ് എന്ന് പറയും, അതിന് സീൽ ചെയ്തൊരു പേപ്പറാണ്. ആ പേപ്പറിന് ഒരൊറ്റ സെറ്റിന് 960 രൂപ. ഞങ്ങൾ സത്യം പറയാം 2200 രൂപയായിട്ടാണ് ഇവിടുന്ന് പോയത്. ഞാൻ 2200 രൂപയായിട്ടാണ് പോയത്. കാരണം അതിന് താഴെയുള്ള റേറ്റിലുള്ള കുപ്പി അടിക്കാം. പക്ഷെ ഞങ്ങൾ വില നോക്കുമ്പോൾ അതിൽ കൂടുതലാവും. പിന്നെ ഞങ്ങൾ 20 ബോട്ടിൽ മാത്രം എടുത്തുകൊണ്ട് പോരുന്നു. 20 ബോട്ടിൽ. കാരണം ഓൾറെഡി നമ്മൾ ഇപ്പോൾ വെച്ച അച്ചാറ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കക്ക അച്ചാർ കേട്ടോ. കക്ക അച്ചാർ ആ ഇട്ട അച്ചാറിൻ്റെ നിറയ്ക്കാൻ വേണ്ടി മാത്രം ബോട്ടിൽ വാങ്ങിക്കൊണ്ട് വരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ പിന്നെ എന്തെങ്കിലും ആക്കാതെ പറഞ്ഞ് പോരുന്നതാണ്. അവിടെ നിന്നാണ് ഇന്നലെ രാത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അപ്പം നമ്മളെ ആരോ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ ഇല്ലേ, അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യങ്ങൾ നമ്മളെ താങ്ങിയതുപോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതുവരെ ഇന്നലത്തെ അവസരത്തിൽ മാത്രമല്ല കേട്ടോ, ഇതിന് മുമ്പും പല രീതിയിൽ ഒരുപാട് പേര് പറയാനും തീരത്തില്ല ഒരുപാട് പേര് നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ പലപ്പോഴും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. എല്ലാവരും ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. ഓരോ പ്രാവശ്യം ഓരോ വട്ടവും നമ്മളെ സഹായിച്ച, പല രീതിയിൽ പല പ്രാവശ്യമായിട്ട് സഹായിച്ച എല്ലാവരോടും ഒപ്പം നിന്നവരെ ഞങ്ങൾക്ക് ഉപദേശം നൽകുകയും ഉപദേശത്തിലൂടെ സാമ്പത്തികമായും സഹായിച്ചവരും എല്ലാവരോടും ഒരുപാട് എന്താ പറയുക നന്ദി, സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അച്ചാറിനെ നമ്മുടെ ആ ഒരു കാര്യത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീഡിയോയിൽ വരാട്ടോ. അപ്പോൾ ലിജിനെ ഇനി ഇറക്കണം. ഒരുപാട് നേരം ഞങ്ങൾ വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ പോയത് ഞങ്ങളില്ലേ.
ഇപ്പോൾ ഏകദേശം 7 മണി 7:15 ഇനിയിപ്പോൾ പോയിട്ട് നാളെ അച്ചാറിടാനുള്ള കക്ക മേടിച്ച് വെച്ചേക്കുന്നത്, അതിന് പുഴുങ്ങി പെറുക്കിയെടുക്കണം കേട്ടോ. പെറുക്കിയെടുക്കുന്ന വെച്ച് ജോലിയാണ്, അപ്പോൾ അത് ചെയ്യാൻ പോവാം അല്ലേ. കക്ക വേണം, അപ്പോൾ ഞങ്ങൾ മേ ബി നാളെ ഇറങ്ങി കക്ക വറുക്കാൻ ചാൻസ് ഉണ്ട്. അതെ, ഇപ്പോൾ ഒരു കുറച്ച് കക്ക വന്നിരിക്കുന്നു, അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കക്ക തന്നെ അച്ചാറിടാന്ന് കരുതി. കക്കായ്ക്ക് ഭയങ്കര ഡിമാൻഡ്. കക്ക അച്ചാർ ഇട്ടിട്ട് 2 സെറ്റ് ഇട്ടിട്ട് 2 സെറ്റും കക്ക അച്ചാർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അപ്പം അതുകൊണ്ട് കക്കാച്ചാർ നമുക്ക് ഇനി വരും ദിവസം കക്കാച്ചാറുണ്ട്. കാരണം ട്രോളിങ് ഒക്കെ കഴിച്ച് ഇനി വലിയ കേരമീനെ കിട്ടണം അച്ചാറൊക്കെ ആകുമ്പോഴേ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ഓഫ്ലൈൻ മാർക്കറ്റ് കടകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് കുറച്ച് ഗവൺമെൻറ് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിൽ അതൊക്കെ വിശദമായിട്ട് പറയാട്ടോ. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ ചേർത്ത് നിർത്തി സ്നേഹിച്ച് കൂടെ സപ്പോർട്ട് ചെയ്ത് നിർത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. ബൈ.